സ്കൂൾ യുവജനോത്സവത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു 249 ഇനങ്ങളേ ഉള്ളൂ. 250ാമത്തെ ഒരു ഇനമായിട്ട് വിവാദം ഉൾപ്പെടുത്താൻ ഞങ്ങൾക്ക് ഇപ്പോൾ താല്പര്യമില്ല. മനഃപൂർവ്വമായിട്ട് ആരെയും ഒഴിവാക്കപ്പെട്ടിട്ടില്ല, അങ്ങനെ ഒഴിവാക്കേണ്ട കാര്യമില്ല. നമ്മളങ്ങനെ മനഃപൂർവ്വമായിട്ട് ഒരാളെ ഒഴിവാക്കുകയോ ഒരാളെ എടുക്കുകയോ ചെയ്തിട്ടില്ല. സംസ്ഥാനത്തെ വളരെ പ്രമുഖരായിട്ടുള്ള മന്ത്രിമാർ നിരവധി പേർ പങ്കെടുക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവുണ്ട്. മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാൽ തന്നെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ കലോത്സവത്തിൻ്റെ വേദി ഇതൊന്നും ഞങ്ങൾ കണ്ടിട്ട് ചെയ്യുന്നതല്ല, ബന്ധപ്പെട്ടവർ പ്രോട്ടോകോൾ അനുസരിച്ച് ചെയ്യുന്നതായിരിക്കും. സ്ഥലത്തെ, അതായത് ഈ സമ്മേളനം നടക്കുന്ന സ്ഥലത്തെ മന്ത്രിമാരും കേന്ദ്രമന്ത്രിയുടെയും മേയറുടെയും ഒക്കെ പടം വെച്ചതായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതല്ലാതെ മനഃപൂർവ്വമായിട്ട് ആരെയും ഒഴിവാക്കപ്പെട്ടിട്ടില്ല, അങ്ങനെ ഒഴിവാക്കേണ്ട കാര്യമില്ല. മേയറുണ്ട്, മഹാഭൂരിപക്ഷം ബോർഡുകളിലും മേയറുടെ ചിത്രമുണ്ട്. എവിടെയെങ്കിലും 1-2 സ്ഥലത്ത് ഇല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ബോധപൂർവമായിട്ടുള്ളൊരു വീഴ്ചയല്ല. അവർക്കെല്ലാം ഒറ്റക്കെട്ടായിട്ടാണ് ഈ സ്കൂൾ യുവജനോത്സവത്തിൻ്റെ ആദ്യ അവസാനം ഇന്നും എല്ലാ പോയിന്റിലും എല്ലാ കാര്യത്തിലും ഞങ്ങൾ മേയറെ നിർബന്ധപൂർവ്വം വിളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇടക്കാലത്ത് ഇതൊക്കെ നേരത്തെ ഡിസൈൻ ചെയ്ത് പോയതൊക്കെ ആയിരിക്കും. ഉദ്യോഗസ്ഥന്മാരാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കോർപ്പറേഷൻ വരാനോ മറ്റോ ഉള്ള സമയത്തിൻ്റെ ഇതില്ലാതെ ചെയ്തായിരിക്കും. എന്നാൽ എല്ലാ ബോർഡുകളിലും അവരുടെ എല്ലാം പടം വെച്ചിട്ടുണ്ട്. തൃശ്ശൂരുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ജനപ്രതിനിധികളിലെല്ലാം ചിത്രം വെച്ചിട്ടുണ്ട്. മനഃപൂർവ്വമായിട്ടുള്ള ഒരു മാറ്റവും അക്കാര്യത്തിലില്ല. സ്കൂൾ യുവജനോത്സവത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു 249 ഇനങ്ങളേ ഉള്ളൂ. 250ാമത്തെ ഒരു ഇനമായിട്ട് വിവാദം ഉൾപ്പെടുത്താൻ ഞങ്ങൾക്ക് ഇപ്പോൾ താല്പര്യമില്ല. അത് ഏതെങ്കിലും കാലത്ത് ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചെയ്യട്ടെ. ഇപ്പോൾ വിവാദം ഉൾപ്പെടുത്തുന്നില്ല. 249 ഇനത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കുട്ടികളെ 15,000-ഓളം കുട്ടികൾ, അവരുടെ രക്ഷകർത്താക്കൾ ഒരു ദിവസം 1,00,000 പേർ തൃശ്ശൂരിൽ എത്തിച്ചേരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത്രയും പേരെ ഏറ്റവും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും രാഷ്ട്രീയത്തിനതീതമായി സ്നേഹിച്ചും കണ്ടും പൂക്കളുടെ പേര് പോലെ എല്ലാ നിറത്തിലും ഗന്ധത്തിലും ഒക്കെ ഉള്ളവരെ കൂട്ടിയോജിപ്പിക്കുക എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. തെറ്റിദ്ധാരണകളൊന്നും വേണ്ട.